എല്ലാവർക്കും നമസ്കാരം. ഞാനും എസ് എൻ സ്വാമിയായിട്ടുള്ള ബന്ധം തുടങ്ങിയത് 1984 ശരിക്കും സ്വാമി ഒരു വശത്തൂടെ പറഞ്ഞ സിനിമയിൽ എന്നെക്കാളും ജൂനിയറാണെങ്കിലും സീനിയറും കൂടാണ്. സ്വാമി എഴുതിയ സ്ക്രിപ്റ്റ് ജയസാറ് ഡയറക്റ്റ് ചെയ്തതിനകത്ത് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബന്ധം തുടരുന്നത് 20-ാം നൂറ്റാണ്ട് കൊണ്ടാണ്. അത് പിന്നെ സിനിമാ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം. അത് CBI 5 വരെ എത്തി നിൽക്കും. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, സ്വാമി സാധാരണ ഒരു വാചകത്തിലോ 2 വാചകത്തിലോ 3 വാചകത്തിലോ എന്നോട് കഥ പറയും. ഇപ്പോൾ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയുടെ കഥ ഞാൻ മദ്രാസിയിലെ ഒരു പടമായിട്ട് എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി അവിടെ വന്നിട്ട് മദ്രാസിലെ എഡിറ്റിംഗ് ടേബിളിൻ്റെ മുമ്പിൽ ഒരു ബെഞ്ചുണ്ട്. അവിടുത്തെ എല്ലാ പ്രമുഖ സംവിധായകരും ഇരുന്നിട്ടുള്ള ബെഞ്ചാണ്. അതിപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പോൾ അവിടെ എഡിറ്റിംഗ് ഒന്നുമില്ല. അവിടെ വന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, എടോ ഞാൻ അതിന് മുമ്പോട്ടേ സ്വാമിയോട് പറയുന്നു CBIയുടെ ഒരു അടുത്ത ഭാഗം 3-ാം ഭാഗം നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, അത് ഒരു ചെറിയ സാധനം കിട്ടുന്നുണ്ടല്ലോ. ഞാൻ എന്താ സ്വാമി? 6 കൊലപാതകം ചെയ്യുന്ന ഒരാൾ ഒരു CBI ഓഫീസറോട് പറയുന്നു, അതിൽ 5 എണ്ണം ഞാനാ ചെയ്ത്, ബാക്കി 1 എണ്ണം ആരാന്ന് സാറ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിക്കുന്ന ആളാണ് എസ് എൻ സ്വാമി. അപ്പോൾ അങ്ങനെ സ്വാമി ആ പറഞ്ഞ ഒരു ത്രെഡിൽ നിന്നാണ് ആ സിനിമ കണ്ടത്. അങ്ങനെയാണ് ഞങ്ങളുടെ സിനിമകളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റിങ്ങിലെ ഒരു പ്രത്യേക രീതിയാണ് സ്വാമി. അത് വഴക്കും വയ്യാവേലിയും ഞങ്ങളുടെ മധ്യസ്ഥൻ മമ്മൂട്ടി, മോഹൻലാൽ വന്നിട്ടില്ല മധ്യസ്ഥയ്ക്ക്, മമ്മൂട്ടിയാണ് ഞങ്ങളുടെ മധ്യസ്ഥൻ വഴക്കിന്. ഒരുപാട് വഴക്കും ഒക്കെ ഇട്ടാണ് ഒരു സിനിമയിൽ ഞാൻ സ്വാമിയോട് ഉണ്ടാക്കുന്നത്, സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ ആ സിനിമ കണ്ടു. ഇന്നലെ സെക്കൻഡ് ഷോയിൽ കണ്ടു. ആദ്യം ഞാനിവിടെ വന്നപ്പോൾ സ്വാമിക്ക് ഷേക്കാൻ്റെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സ്വാമി ഒരു നല്ല സിനിമ എടുത്തല്ലോ സ്വാമി എന്നാണ്. ആസ് എ ഡയറക്ടർ ഹി ഡിഡ് ഹിസ് ജോബ് വെരി വെൽ. അതാണ് എനിക്ക് ഒറ്റ വാക്കി പറയാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സ്വാമി നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഒരു സിനിമ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ്. സ്വാമിയുടെ പടമല്ലേ, സ്വാമി എന്നോട് പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ടല്ലോ, അതിലൂടെയാണ് പോകുന്നത്. സ്വാമി ആ വഴിക്കൂടെല്ലാം വൃത്തിയായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. പിന്നെ ഒരു ഒരു സംവിധായകൻ്റെ ആദ്യ സംരംഭം എന്നുള്ളതിൽ തികച്ചും അഭിനന്ദനം അറിയിക്കുന്ന ഒരു സിനിമയാണ് എന്ന് ഞാൻ ഒരുപാട് പടം ഡയറക്റ്റ് ചെയ്താലും ഒരുപാട് പടം സ്വാമിയായിട്ട് കൂടെ വർക്ക് ചെയ്താലും എൻ്റെ സിനിമകൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വാമിയുടെ ജോലി ഈ സിനിമയിൽ വളരെ ഒരു ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. പിന്നെ അതിൻ്റെ കഥ വളരെ വ്യത്യസ്തമായ കഥയാണ്. ഇത്രയും കാലം എന്നോട് ഈ കഥ പറയാൻ എന്താണെന്ന് എനിക്കൊരു പരിഭവമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സ്വാമി പല കഥകളും പറഞ്ഞുകൊണ്ട് ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ സ്വാമി ഡയറക്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല സ്വാമി. അതുകൊണ്ട് സ്വാമി പറഞ്ഞില്ല, ഇനി കഥ പറയും, വേറെ കഥകളൊക്കെ ഉണ്ട് സ്വാമിയുടെ. അതുകൊണ്ട് സ്വാമിക്കും പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സ്. കാര്യം അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ നിർമ്മാതാവും സംവിധായകനുമാണ്. സുരേഷ് കുമാർ നിർമ്മാതാവാണ്. ഭാഗ്യലക്ഷ്മി ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചു, എനിക്കിന്നെ സാമ്പത്തിക നേട്ടത്തിലുപരി ഇതിപ്പോഴത്തെ കാലത്ത് യുവജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കഥയാണ്. കാര്യം വിശ്വാസങ്ങൾ ഒരുപാടുണ്ട്. ആ വിശ്വാസങ്ങൾ എങ്ങനെയാണ് വിശ്വാസമായിട്ടും അവിശ്വാസമായിട്ടും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കയറുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വാമി കൊണ്ടുവന്ന ഈ തീം 2 കാര്യങ്ങളാണ്, ഇതിൻ്റെ കഥ, ഇതിൻ്റെ സംവിധാനം. ഇത് രണ്ടിലും സ്വാമി വിജയിച്ചിരിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങൾ കണ്ടിട്ട് ഇത് പ്രേക്ഷകരിലോട്ട് എത്തിക്കും.